പരമഗുരവേ നമഃ. ഹേതവേ ജഗതാമേവ സംസാരാർണവസേതവേ പ്രഭവേ സർവവിദ്യാനം ശംഭവേ ഗുരവേ നമഃ. അംബാമംബുജസംസ്ഥിതാം ധൃതശുകാം പീയൂഷഹസ്തോജ്വലം ആപീനസ്തനഭാരമണ്ഡിതതനും ചിന്മുദ്രയാ ജ്ഞാനദാം ശ്രീനാരായണദേവവന്ദിതപദാം ക്ഷൗമാംബരാം ഭാരതിം ധ്യായേധ്യാനവിതാതൃപുസ്തകലസത്പാണീം ശിവാം ശാരദാം. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീനാരായണ പരമഹംസദേവന്റെ പാദാരവിന്ദങ്ങളിൽ നിറഞ്ഞ പ്രണാമം. ഒന്നായ മാമതിയും ഉല്ലാഘബോധജനനിയും ആയ ശ്രീ ശാരദാംബികയുടെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ആചാര്യപാദങ്ങളിൽ വന്ദനം. സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീനാരായണ മാമുനിയാൽ വിരചിതമായ അത്യുജ്വലമായ ജനനീ നവരത്നമഞ്ജരി എന്ന കൃതിയിലൂടെയുള്ള നമ്മുടെ തീർത്ഥയാത്ര മൂന്നാമത്തെ ദിവസമായ ഇന്ന് മൂന്നാം ശ്ലോകത്തിലേക്ക് കടക്കും. മൂന്നാമത്തെ ശ്ലോകം ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇത് കണ്ടാടും അംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതിചുരുണ്ടാ മഹസ്സിൽ മറയും കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂരി സുഹൃതി. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം, മുന്നം ആദിയിൽ ഉണ്ടാവുകയും മാറുകയും ചെയ്യുന്ന സ്വഭാവമുള്ള അറിവുണ്ടായി. അറിവിൻ്റെ വ്യാകൃത രൂപങ്ങൾ ഏകമായ അറിവിലുണ്ടായി. ഇത് കണ്ടിട്ട് ആടും അംഗമകവും ആടുന്ന ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന അംഗം ശരീരം, അകം മനസ്സ്. ഇത് കണ്ട് ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന ശരീരവും മനസ്സും മുഖാന്തരം ആടും അംഗമകവും കൊണ്ട് ആയിരം തരമിരുണ്ട് ഓരോരോ പുതിയ അനുഭവവും ആശയവും പുതിയ സംസ്കാരത്തെ ജനിപ്പിച്ച് ആശയം പ്രതിചുരുണ്ട് അങ്ങനെയുണ്ടാകുന്ന എല്ലാ വ്യാകൃത ഭാവങ്ങളും വിശേഷമായ ആകൃതിയോട് കൂടിയത് വ്യാകൃതം. അവയുടെ സ്വന്തം ഇരിപ്പിടമായിരിക്കുന്ന കേവലമായ അറിവിലേക്ക് തന്നെ തിരികെ പോയി ആ മഹസ്സിൽ മറയും. അവസാനം എല്ലാം കാരണസത്യമായിരിക്കുന്ന ഏകമായ അറിവിൽ മറയുന്നു. ഇത്തരത്തിലുള്ളതാണ് ജീവിതം എന്ന് കണ്ടാലും ഈ നിലയിൽ ജീവിതത്തിൻ്റെ സ്വഭാവം ഇത്തരത്തിലുള്ളതാണെന്ന് ചിന്തിച്ച് കണ്ടെത്തിയാലും ഉണ്ടാകയില്ല അറിവ്. അറിയേണ്ടതറിഞ്ഞു എന്ന അനുഭവം കൊണ്ട് ജീവിതത്തെ ചാരിതാർത്ഥമാക്കി തീർക്കുന്ന അറിവാകുന്നില്ല. അഖണ്ഡ അനുഭൂതിയിലെഴും
അഖണ്ഡാനുഭൂതിയാകുന്ന താമരപ്പൊയ്കയിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ തണ്ടാരിൽ വീണ് താമരപ്പൂവിൻ്റെ അല്ലിക്കുടത്തിൽ പ്രവേശിച്ച് മധുവുണ്ടാരമിക്കും തേൻ നുകർന്നുകൊണ്ട് അവിരാമമായ മധു ആനന്ദരസം അനുഭവിക്കുന്ന ഒരു വണ്ടാണ് സുകൃതിയായ ജ്ഞാനി. ഉണ്ടായവയെല്ലാം കാലക്രമേണ നശിക്കും, ജനിച്ചവയെല്ലാം മരിക്കും. ഇത് പ്രപഞ്ച സത്യമാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രപഞ്ചത്തിലെ യാതൊന്നിനും സാധ്യമല്ല. പ്രപഞ്ചം തന്നെ ഉണ്ടായി വന്നതായതുകൊണ്ട് അതും പ്രളയത്തിൽ നശിക്കും. പരമാർത്ഥത്തിലുള്ള ബ്രഹ്മമെന്ന അറിവാകട്ടെ ഉണ്ടാവുകയോ മാറുകയോ ചെയ്യാത്തതാണ്. ആ അറിവിനെ സാക്ഷാത്കരിക്കാൻ സുകൃതിയായ ആത്മജ്ഞാനിക്കേ കഴിയൂ. ഈ ശ്ലോകത്തിൽ 2 വിധത്തിലുള്ള മനുഷ്യജന്മങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ഉണ്ടായി മാറുന്ന അറിവിനെ അറിയുന്നവർ. സാധാരണ മനുഷ്യരെല്ലാം ഈ വിഭാഗത്തിൽ പെടും. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം. 2, ഉണ്ടായി മാറാത്ത അറിവിനെ അറിയുന്നത്. അറിവ് തന്നെയാണ് പഞ്ചഭൂത സംഘാതമായിരിക്കുന്ന ഈ പ്രപഞ്ചമായി തീരുന്നതെന്ന് ഗുരു ആദ്യമേ പറഞ്ഞു. അറിവല്ലാതെ രണ്ടാമതൊന്ന് ഇവിടെ ഇല്ല. പക്ഷേ ആ അറിവിനെ അറിയാത്തവർ അറിവിൻ്റെ മായാജാലങ്ങൾ സത്യമെന്ന് കരുതി ജന്മം ജീവിച്ചു തീർക്കുന്നവരാണ്. മായയിടുന്ന ഉല്ലാസങ്ങൾ കണ്ട് അതിനു പുറകെ അലഞ്ഞു വലയുന്നവരാണ്. ഉണ്ടായി പരിണമിച്ച് ഇല്ലാതാകുന്ന അറിവിൻ്റെ മായാരൂപങ്ങൾ മുന്നേ തന്നെ ഉണ്ടായതാണ്. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം. ഉണ്ടായി മാറുന്ന അറിവ് ആദ്യമേ ഉണ്ടായിരുന്നു. അറിവുണ്ടായപ്പോൾ തന്നെ അറിവിൻ്റെ പരിണാമവിധേയമായ നാമരൂപാദികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടാടും അംഗമകവുമെന്നാൽ ഇത്തരം നശ്വര ദൃശ്യങ്ങളെ കണ്ട് അതിനു പുറമെ ഭ്രമിച്ചാടിക്കൊണ്ടിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും അനിത്യങ്ങളായ വിഷയങ്ങളെ എത്ര ഭുജിച്ചിട്ടും മതിവരാതെ അനാദിയിൽ പ്രിയമുയർന്ന് നാം ജീവിതത്തെ തന്നെ നരകക്കടലായിട്ട് തീർക്കുന്നു. അനാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ വീണു വലയുന്നു. കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ട് ആ മഹസ്സിൽ മറയുമെന്നതുകൊണ്ട് ഈ ആട്ടത്തിൻ്റെ അനന്തര ഫലത്തെയാണ് ഗുരു പറയുന്നത്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ കൊണ്ട് ഇപ്രകാരം അശാന്തരായി ജീവിതം ജീവിച്ചു തീർക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ദുരന്തം നാം അറിയുന്നില്ല. അതാണ് ഗുരു നമുക്ക് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ആയിരക്കണക്കിനുള്ള സങ്കല്പ വികല്പങ്ങളുടെ ഇരുട്ട് ഓരോ സൂക്ഷ്മ ശരീരം തോറും ചുരുണ്ട് വീണ്ടും എവിടെ നിന്നാണോ ഉണ്ടായി വന്നത് അതേ മഹസ്സിലേക്ക് തന്നെ മടങ്ങും. എന്നിട്ട് ആ ജന്മത്തിൻ്റെ കറകളോടെ അടുത്ത ജന്മം ജനിക്കും. ഉള്ളിൽ ഇരുണ്ട കറയായി ചുരുണ്ടുകൂടുന്ന സങ്കല്പ വികല്പങ്ങളെല്ലാം വാസനാരൂപത്തിൽ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും. ആശയം പ്രതി കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ട് ആ മഹസ്സിൽ മറയും എന്ന് വെച്ചാൽ അത്തരം ജീവനുകൾക്ക് ജന്മജന്മാന്തരങ്ങളിലൂടെ നിരന്തരം കടന്നു പോകേണ്ടി വരുമെന്നർത്ഥം. പ്രപഞ്ച പ്രതിഭാസങ്ങളെ നിത്യമെന്ന് കരുതി അതിനെ മോഹിച്ച് പുറകെ അലയുന്ന മൂഢാത്മാക്കളെ കുറിച്ച് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ 62, 63 ശ്ലോകങ്ങളിൽ ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഇങ്ങനെ: ധ്യായതോ വിഷയാൻ പുംസഃ സംഗസദേഷു പജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധാഭിജായതേ ക്രോധാത് ഭവതി സമോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെപ്പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവന് അവയോട് ബന്ധമുണ്ടാകുന്നു. ആ ബന്ധത്തിൽ നിന്ന് കാമമുണ്ടാകും. കാമത്തിൽ നിന്ന് ക്രോധം ജനിക്കും. ക്രോധത്തിൽ നിന്ന് മോഹവും മോഹത്തിൽ നിന്ന് സ്മൃതിനാശവും
സ്മൃതിനാശത്തിൽ നിന്ന് ബുദ്ധിനാശവും ബുദ്ധിനാശം കൊണ്ട് വിനാശവും സംഭവിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് പുറമേ അലഞ്ഞു നശിക്കുന്നവന് ഒരിക്കലും ശാന്തിയോ സുഖമോ ലഭിക്കുന്നില്ല. സുഖമുള്ളിലിരിക്കെ വിഷയങ്ങളാണ് സുഖത്തിന് ആസ്പദമെന്ന് കരുതി പുറകെ പാഞ്ഞാൽ മരുഭൂമിയിൽ കാനൽ തേടി നടക്കുന്ന മാൻപേടയെ പോലെ അവൻ നശിച്ചു പോകുകയുള്ളൂ. മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുപയോഗിച്ച് മോക്ഷം നേടാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും ജനിച്ച് നരകിക്കേണ്ടി വരും. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവെന്ന് ഗുരു നിരാശയോടെ പറയുകയാണ്. പ്രാപഞ്ചിക ദൃശ്യങ്ങളുടെ ഈ നശ്വരത എത്ര കണ്ടാലും നമുക്ക് പരമാർത്ഥത്തിലുള്ള അറിവുണ്ടാകുന്നതല്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്രളയങ്ങളുടെ രഹസ്യം എത്ര തന്നെ കണ്ടറിഞ്ഞാലും എത്ര തന്നെ പഠിച്ചറിഞ്ഞാലും നമ്മുടെ ഒന്നും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. വ്യക്തിപരമായ സുഖദുഃഖങ്ങളൊക്കെ അപ്പോഴും നമ്മെ പിടിച്ച് ആട്ടിക്കൊണ്ടേയിരിക്കും. രമണ മഹർഷി പറയുന്ന പോലെ ഒട്ടലില്ലാതിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? അതിന് കഴിയുന്നവനായ സ്ഥിതപ്രജ്ഞൻ അനശ്വരമായ അറിവിൽ മാത്രം ആമഗ്നനായിരിക്കും. അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണ് മധുവുണ്ട് ആരമിക്കുന്ന ഒരു വണ്ടാണ് സൂര്യസുഹൃതി എന്ന ഗുരു അത്തരം സ്ഥിതപ്രജ്ഞരെ പ്രകീർത്തിക്കുകയാണ്. അഖണ്ഡമെന്നാൽ ഖണ്ഡിക്കാനാവാത്ത അഥവാ മുറിവില്ലാത്ത എന്നർത്ഥം. സാധാരണക്കാരനും ആനന്ദാനുഭൂതി ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് താൽക്കാലികമാണ്. ആത്മജ്ഞാനി അനുഭവിക്കുന്ന അനുഭൂതിക്ക് അവസാനമില്ല. ആ അനുഭൂതിയിൽ ഉണ്ടാകുന്ന താമരപ്പൂവിൽ വീണ് തേൻ കുടിച്ച് അതിൽ തന്നെ രമിച്ച് സ്വയം മറന്നിരിക്കുന്ന വണ്ടാണ് സുഹൃതിയായ സൂരി. തണ്ടാരിൽ വീണ് മധുവുണ്ട് ആരമിക്കുമൊരു വണ്ടാണ് സൂരി സുഹൃതി. അപ്രകാരം കർമ്മം ചെയ്യുന്നവൻ കൈവല്യപ്രാപ്തിയിലെത്തിയ സൂര്യയായിത്തീരുന്നു. സൂര്യക്ക് പിന്നീട് യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അഖണ്ഡമായ അനുഭൂതിയിൽ വിരിയുന്ന തണ്ടാര് ഹൃദയപത്മം തന്നെയാണ്. അനവരതമായ സൗഖ്യമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ഗുരു സ്വാനുഭവ ഗീതയിൽ പറയുന്നുണ്ട്. ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൽ ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ജനമിതു കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കുമന്നിലയിൽ മനതളിരൊന്നു കലർന്നാൽ അനവരതം സൗഖ്യമന്നു തന്നെ വരും. സത്യം ദർശിച്ചവൻ ജനനമരണങ്ങളില്ലാത്തവനാകുന്ന ആ അവസ്ഥയിൽ മനസ്സ് ലയിച്ചു ചേർന്നാൽ അനവരതമായ സുഖാനുഭവം അവനുണ്ടാകുന്നു. അപ്പൊ ഇടതിങ്ങിയ ഈ ഒരു അനുഭൂതിയുടെ അവസ്ഥ അതിമനോഹരമായിട്ട് സ്വാനുഭവഗീതിയിൽ ഭഗവാൻ വിവരിച്ചിരിക്കുകയാണ്. ദിവ്യമായ ആനന്ദാനുഭൂതി അനുഭവിച്ചതിൻ്റെ തീവ്രത ഈ കൽപ്പനയ്ക്കുണ്ട്. ആനന്ദത്തിൻ്റെ ഒരു സമുദ്രം താനേ പൊങ്ങി വന്ന് പാഞ്ഞ് പരന്ന് നിറയുന്നത് പോലെയാണ്. സാധാരണ അത്തരം അനുഭൂതി വാക്കുകളിലൂടെ അവതരിപ്പിക്കാൻ സവാച്യമായിട്ടുള്ള ഒരനുഭൂതിയുടെ തലമാണത്. വാക്കുകളെ കൊണ്ട് ഒപ്പിയെടുക്കാനാവില്ല. ഗുരുവിൻ്റെ അനന്യമായ കാവ്യകൽപ്പനാസിദ്ധിയാണ് ഈ വരികളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നത്. പരമഹംസരായവർക്ക് മാത്രമേ ഉള്ളിലും പുറത്തുമെന്ന ഭേദമില്ലാതെ നിറയുന്ന ആനന്ദക്കടലിൽ ജ്ഞാനം കൊണ്ട് പ്രവേശിച്ച് ഒടുങ്ങാത്ത അനുഭൂതിയെ പാനം ചെയ്യാൻ സാധിക്കും. അത്തരം ആത്മാനന്ദത്തിൻ്റെ അനുഭൂതിയിലാണ് ഹൃദയപുണ്ടരീകം വിരിയുക. ശാരദാദേവി ഉപവിഷ്ടയായിരിക്കുന്നത് ശ്വേതപത്മാസനസ്ഥയാണ്. ശാരദാദേവി താമരപ്പൂവിലാണ്. ശ്രീ വിദ്യാരണ്യ സ്വാമികൾ എഴുതിയ അനുഭൂതി പ്രകാശം എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: അനാഭിസ്തത കണ്ടാത് ഹൃദയം മധുസ്ഥിതം സനാളം പഞ്ചകോശാഭം പഞ്ചഛിദ്രമധോമുഖം. നാഭിക്ക് മുകളിൽ കണ്ഠത്തിന് താഴെ ശരീരമധ്യത്തിൽ ഹൃദയം സ്ഥിതി ചെയ്യുന്നു. തണ്ടുള്ള താമരപ്പൂവിൻ്റെ അകം പോലെയാണ് ഇതിൻ്റെ ആകൃതി. 5 ദ്വാരങ്ങളോടെ ഇത് കീഴ്പോട്ട്
മുഖമായിരിക്കുന്നു. പഞ്ചഛിദ്രമധോമുഖം. 5 ദ്വാരങ്ങളോടുകൂടെ ഇത് കീഴ്പോട്ട് മുഖമായിട്ട് അനുഭൂതി ദശയിൽ ഈ ഹൃദയപത്മം മുകളിലേക്ക് മലർന്നു വിടരും. ഇതിനകത്തെ ആത്മാനന്ദ മധുവാണ് ആത്മജ്ഞാനി വണ്ടിനെ പോലെ നുകർന്ന് ആരംഭിക്കുന്നത്. നിരവധി പുഷ്പങ്ങളിൽ തേൻ തേടി നടക്കുന്ന ചിത്രശലഭങ്ങളുണ്ട്. ഒരു പൂവിൽ നിന്ന് അല്പം തേൻ നുകരുമ്പോഴേക്കും മറ്റൊരു പൂവിലേക്ക് അവ പറന്നു പോകും. ഇപ്രകാരം മാറി മാറി പറന്ന് മധു ആസ്വദിക്കുന്ന ചിത്രശലഭത്തെ പോലെയല്ല താമരപ്പൂവിൽ നിന്നും തേൻ നുകരുന്ന വണ്ട്. താമരപ്പൂവിലെ തേനിൽ വീണ വണ്ട് ആ മധുപാനത്തിന്റെ ആനന്ദത്തിൽ അലിഞ്ഞ് സ്വയം മറന്നിരുന്നു പോകും. സന്ധ്യയാകുമ്പോൾ താമരപ്പൂ കൂമ്പുന്നത് പോലും വണ്ടറിയില്ല. ഹൃദയപത്മത്തിലെ തേൻ നുകരുന്ന അനുഭവം ഗുരു സുബ്രഹ്മണ്യ കീർത്തനത്തിന്റെ 7ാമത്തെ പദ്യത്തില് അനുഭവത്തിന്റെ തീവ്രതയോടെ എഴുതി വച്ചിരിക്കുന്നത് ഇതേ ആശയത്തിൽ തന്നെയാണ്. ഓംകാരം കൊണ്ടെഴുപ്പി പെരുവെളി നടുവേ പള്ളി കൊണ്ട് ഉള്ളിലുണ്ടാം ചങ്കാരം കേട്ടുണർന്നീടുക ചടിതി മതിത്താമരത്തേൻ കുടിപ്പാൻ പങ്കാരും പറ്റുവാനിൽ ഇരവു പകലിരുന്നിച്ചയും തേനുറിഞ്ചും ചങ്കാരം പോലുമില്ലിങ്ങിതിനെ ഇനിമയോട് ആസ്വദിച്ചിടുവാൻ വാ. ഹൃദയമതു നുകരാൻ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി ക്ഷണിക്കുകയാണ്. ആ ചിതാകാശത്തിന്റെ നടുവേ പള്ളി കൊള്ളുന്ന സുബ്രഹ്മണ്യനെ ഓംകാരം കൊണ്ട് എഴുന്നേൽപ്പിച്ച് ഉള്ളിലുണരുന്ന അലൗകിക ശബ്ദം കേട്ട് പെട്ടെന്ന് ഉണരുക. ഹൃദയത്താമരയിലെ തേൻ കുടിച്ച് ആസ്വദിക്കാൻ വന്നാലും അതിൻ്റെ പങ്ക് പറ്റാൻ ഇവിടെ ആരുമില്ല. രാവും പകലും തേൻ ഉറിഞ്ചി കുടിക്കുന്ന ആ ചങ്കാരം പോലും കേൾക്കാനില്ല. വണ്ട് തേൻ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തീരെ ചെറിയ ശബ്ദം പോലും ആത്മമധു നുകരുമ്പോൾ ഉണ്ടാകില്ല. കടലിൽ വീണ ഉപ്പുപാവ പോലെ അലിഞ്ഞു തീരുകയാണ് അവിടെ. ദർശനമാലയിലെ യോഗദർശനത്തില് ഇങ്ങനെ പറയുന്നു: യഥാ പിബൻ മനോഭൃംഗഃ സ്വാനന്ദ മധുമാതിരീം ന സ്പന്ദതി വശീകൃത്യ യോജിതോ യോഗവായുന. യോഗവായു കൊണ്ടുള്ള വശീകരണത്താൽ യോജിതമായി തീർന്ന മനസ്സാകുന്ന വണ്ട് സ്വന്തം സ്വരൂപമായ ആനന്ദത്തിന്റെ മധുമാധുരി ആസ്വദിച്ചുകൊണ്ട് ഒരു സ്പന്ദവുമില്ലാതെ വർദ്ധിക്കുന്നു. അഖണ്ഡാനുഭൂതിയിലെഴും വണ്ട്. അമ്മേ, സാക്ഷാൽ അനുഭവശാലികളായിട്ടുള്ളവരുടെ അറിവ് മറ്റൊരു തരത്തിലാണ്. അത് വാക്കുകൊണ്ട് വിവരിക്കാനാവാത്തതാണ്. അതിന് സമാനമായ മറ്റൊരു ദൃശ്യം ജീവിതത്തിൽ കാണാറുള്ളത് ഒരു ഉദാഹരണം എന്ന നിലയിൽ പറയുകയാണ്. ഈ അനുഭൂതിയെ അഖണ്ഡാനുഭൂതി എന്നാണ് അനുഭവശാലികളായ ഋഷിമാര് വിളിച്ചു. അഖണ്ഡമായ അനുഭൂതി, ഒരു തരത്തിലുള്ള അതിർവരമ്പുകളും ഇല്ലാത്ത അനുഭൂതി. അതിനെ ഒരു താമര പൊയ്കയായിട്ട് കരുതാം. അതിലൊരു താമര വിരിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ അല്ലിക്കുടം നിറയെ തേനാണ്. ആ തേൻ കുടിക്കാൻ ഒരു വണ്ട് വരുന്നു. വണ്ട് അല്ലിക്കുടത്തിലേക്ക് ഇറങ്ങി തേൻ നുകർന്നുകൊണ്ട് അവിടെ തന്നെ വണ്ടിനെ കാണാനില്ല. എന്നാൽ തേൻ നുകരുന്നതിലെ രസം വെളിപ്പെടുമാർ ഒരു മുരളിച്ച മാത്രം പൂവിനകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വണ്ടിൻ്റെ സ്ഥിതിയോടാണ് അനുഭവശാലിയായ ജ്ഞാനിയെ ഉപമിക്കാവുന്നത്. സച്ചിദാനന്ദ സ്വരൂപിണിയായ നീയുമായുള്ള സായുജ്യത്തിലെ പരമാനന്ദ രസാനുഭൂതിയല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒന്നും കാണുകയില്ല. അവർ മറ്റുള്ളവരെ പോലെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. സുഖദുഃഖങ്ങൾ അവർക്കും വന്നുവിടുന്നുണ്ട്. എന്നാൽ എല്ലാ സുഖത്തിലും എല്ലാ ദുഃഖത്തിലും അവർ കാണുന്നത് നിന്റെ ആനന്ദസ്വരൂപതയുടെ നാനാമുഖങ്ങളാണ്. ലോകകാര്യങ്ങൾ അറിയുന്നതിൽ അവർക്ക് തെറ്റുപറ്റുന്നില്ല. എല്ലാ ശരിയിലും തെറ്റിലും അവർ കാണുന്നത് ചിന്മയിയായ നിന്റെ നാനാമുഖങ്ങളാണ്. അപ്പൊ ലോകകാര്യങ്ങളിൽ സത്യമേത് അസത്യമേത് എന്ന് തീരുമാനിക്കാൻ ഒക്കാത്ത സ്ഥിതി അവർക്കും ഉണ്ടാകാം. എന്നാൽ അതിൽ അവർ കാണുന്നത് സന്മയിയായ നിന്റെ നാനാമുഖങ്ങളാണ്. അങ്ങനെ മാന അപമാന സമമാനസരായി സുഖദുഃഖങ്ങളെ സമമായി കാണുന്നവരായി ജീവിതത്തെ ആകെ നിന്റെ വിഭൂതിയായി കണ്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. സൂര്യസുകൃതികൾ ഇങ്ങനെയുള്ള അനുഭവശാലികളെയാണ്
സൂര്യസുഹൃതികൾ എന്ന് വിളിക്കുക. ജ്ഞാനം അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തി നിൽക്കുന്നവരാണ് സൂര്യകൾ. അവരുടെ അറിവ് കേവലം ബുദ്ധിപരം മാത്രമല്ല, അവരുടെ പ്രായോഗിക ജീവിതം ആകെക്കൂടി ആ അറിവിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും. പ്രായോഗിക ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കർത്തവ്യം എന്ന് പറയുന്നാൽ ഈ ജ്ഞാനികൾക്ക് കർത്തവ്യമായി ഒന്നുമില്ല. അതായത് എന്തെങ്കിലും ചെയ്തു തീർക്കാനുള്ള ബാധ്യത ഉണ്ടെന്ന് അവർക്ക് തോന്നില്ല. അവർ സുഹൃതികൾ കൂടിയാണെന്നർത്ഥം. അതായത് ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞവർ. അപ്പോൾ അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അധ്വാനിക്കുന്നതായി കാണുന്നുണ്ട്. അതൊന്നും കർത്തവ്യബോധം കൊണ്ട് ചെയ്യുന്നില്ല. പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന താൻ പ്രകൃതി സഹജമായി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അന്യമല്ലാതെ കഴിയുന്നതിൻ്റെ ലക്ഷണം മാത്രമാണ് അത്തരം ക്രിയകൾ. ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫലം എനിക്കുള്ളതാണ് എന്ന കർത്തൃത്വ ബോധവും ഭോക്തൃത്വ ബോധവും അവർക്കില്ല. പ്രകൃതി അതിൻ്റെ കൃതികൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കൃതികളിലും അവർ കാണുന്നത് നിന്റെ ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്ന് മാത്രമാണ്. അങ്ങനെ അവർ സുഹൃതി അമ്മേ, ഈ സുഹൃതിത്വമാണ് ഞാൻ കൊതിക്കുന്നത്. ഉണ്ടായി മറയുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഇല്ലാതാണ്. അപ്പം എന്നാണ് എനിക്ക് ഈ സുഹൃത്തും കൈവരുന്നത്? ഈ തണ്ടാരിൽ വീണ് മധുവുണ്ട് ആരമിക്കുന്ന വണ്ടിനെ പോലെ ആത്മാനന്ദ മധു ഉണ്ണുവാൻ, ആത്മരസമൊന്ന് അനുഭവിക്കുവാൻ, ആ പരമാനന്ദ രസാനുഭൂതിയിൽ അമരുവാൻ ശാരദാംബയുടെയും പരമാചാര്യൻ്റെയും കൃപാതിരേകം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നവരാത്രിയുടെ 3-ാം ദിനമായ ഇന്ന് ജനനീ നവരത്ന മഞ്ജരിയുടെ 3-ാമത്തെ ശ്ലോകം, ഈ അക്ഷരമലരികൾ അത്രയും അർച്ചന കുസുമങ്ങളായി ശാരദാംബയുടെ പാദകമലങ്ങളിലേക്ക് സവിനയം സമർപ്പിക്കുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നന്ദി, നമസ്കാരം.